കേരളത്തിലെ പ്രമുഖ വ്യവസായിയാണ് ഗോകുലം ഗോപാലൻ. വ്യാവസായിക മേഖലയിൽ അദ്ദേഹത്തിന് നിരവധി സ്ഥാപനങ്ങളാണുള്ളത്. നിരവധി ഹോട്ടലുകളും ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങളും അതേപോലെ ചിട്ടി ഫണ്ട് ഒക്കെ അദ്ദേഹത്തിൻ്റെതാണ്. ഒപ്പം അദ്ദേഹം വലിയ ഹിറ്റ് സിനിമകൾ, അതായത് മലയാളത്തിലെ പ്രമുഖ സിനിമകളുടെ നിർമ്മാതാവും സഹനിർമ്മാതാവും ഒക്കെയാണ്. അത്തരത്തിൽ ഗോകുലം ഗോപാലിനെ ഏറെ മലയാളികൾക്കറിയാം. ഇപ്പോൾ നിലവിൽ എമ്പുരാൻ സിനിമയുടെ സഹനിർമ്മാതാവ് എന്നുള്ള രീതിയിലും ആ ഒരു വിവാദ സിനിമയുടെ നിർമ്മാതാവ് എന്നുള്ള രീതിയിലും ഒക്കെ ഗോകുലത്തിനെ എല്ലാവർക്കും അറിയാം. ഈ ഒരു എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ ഇരിക്കുകയാണ് ഇപ്പോൾ ഗോകുലം ചിട്ടി ഫണ്ടിലും ഗോകുലം സ്ഥാപനങ്ങളിലും ED ഇന്നലെ റെയ്ഡ് നടത്തിയത്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ റെയ്ഡ് ഇന്ന് പുലർച്ചെ വരെ ഉണ്ടായിരുന്ന ചില സ്ഥാപനങ്ങളിൽ. ചെന്നൈ കൊടമ്പാക്കത്തെ അദ്ദേഹത്തിന്റെ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിൽ ഇന്ന് പുലർച്ചെയാണ് റെയ്ഡ് അവസാനിച്ചത്. ഇതിൽ നിന്നും 1.5 കോടി രൂപയും ചില രേഖകളും ED റെയ്ഡിൽ എടുത്തു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. വെള്ളിയാഴ്ച രാവിലെ കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് നടന്ന കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് ED ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ചെന്നൈയിലേക്ക് ഹാജരാകാൻ പറഞ്ഞതും നോട്ടീസ് നൽകിയതും. വൈകുന്നേരത്തോടെ അദ്ദേഹത്തിന് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. പക്ഷെ എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ചെന്നൈയിലെ കോടമ്പാക്കത്തെ ഈ ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ ഇന്ന് പുലർച്ചെ വരെ റെയ്ഡ് നടത്തുകയും അവസാനം 1.5 കോടി രൂപയും ചില രേഖകളും പിടിച്ചെടുത്തു എന്നുള്ളതാണ്. അതായത് ഫെമ ലംഘനം നടത്തി. ഈ ഫെമ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ വിദേശ നിക്ഷേപം സ്വീകരിക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, അതാണ്. അതായത് വിദേശ വിനിമയത്തിലുള്ള ചില അപാകതകൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളൊരു സംശയത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരു ED റെയ്ഡ് നടക്കുന്നത്. ഏതായാലും എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടാണോ എന്ന് പലരും ചോദ്യം ഉന്നയിച്ചിരുന്നു. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടല്ല ഈ ഒരു ED റെയ്ഡ് നടത്തിയത്. മഞ്ഞുമൽ ബോയ്സ്, നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി കൂടിയാണ്. അപ്പം അത്തരത്തിൽ മഞ്ഞുമൽ ബോയ്സിൽ അന്ന് വലിയ ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങിയ ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. എന്നാൽ അത് നമ്മുടെ മലയാളികൾ മാത്രമല്ല തമിഴ് നാട്ടിലും അത് വലിയ ഹിറ്റ് ആവുകയും വലിയ ഒരു പ്രചാരം നേടിയ ഒരു സിനിമയായി മാറുകയും ചെയ്തിരുന്നു. ചെറിയൊരു ബഡ്ജറ്റിൽ തുടങ്ങിയ ഒരു വലിയ തുകയല്ല, എന്നാൽ ഒരു മീഡിയം ബഡ്ജറ്റിൽ തുടങ്ങിയ ഒരു സിനിമ വലിയ ഒരു 50 കോടി ക്ലബിൽ ഒക്കെ കയറി എന്നൊരു വാർത്തയൊക്കെ നമുക്കന്ന് ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്ന് അണിയറയിൽ പ്രവർത്തിച്ചിരുന്ന മറ്റ് പ്രൊഡ്യൂസേഴ്സും ഒക്കെ ആയിട്ട് പല പ്രശ്നങ്ങളും അവർ തമ്മിലുള്ള പല തർക്കങ്ങളും ഉരുത്തിരിഞ്ഞു. അന്നൊക്കെ വാർത്തകളിൽ അതൊക്കെ നിറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടും ഈ ഒരു ED റെയ്ഡ് നടത്തിയതെന്നാവാം എന്നും ഒരു സൂചനയുണ്ട്. എന്തായാലും അന്ന് നമുക്ക് തന്നെ അറിയാം, ഈ ചില സിനിമകൾ 100 കോടി ക്ലബിൽ കയറി 200 കോടി ക്ലബിൽ കയറി എന്ന് വിവാദമുയരുമ്പോൾ ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് ഒക്കെ പറയുമ്പോൾ ശരിക്കും പല തിയേറ്ററുകളിലും നമ്മൾ നോക്കുമ്പോൾ ഫുള്ളായിട്ട് കാണിക്കുക, ഹൗസ്ഫുൾ ആയിട്ട് കാണിക്കുക. എന്നാൽ ഒരു മണിക്കൂറിന് ശേഷം ചിലത് ഹൗസ്ഫുൾ ആയിട്ട് കാണും, 1 മണിക്കൂറിന് മുമ്പ് ചിലപ്പോൾ ആരും അതിനകത്ത് ഇതായിട്ട് കാണിക്കത്തില്ല. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഓൺലൈൻ വഴി ഞാനും ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ തിയേറ്റർ ഉടമകൾ ഈ ഹൗസ്ഫുൾ ആക്കിക്കൊണ്ട് ചില ഇടപാടുകൾ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഇതിനെ ആസ്പദമാക്കിയുണ്ട്. കാരണം മിക്ക സിനിമകളും പെട്ടെന്നാണ് ഹിറ്റായി ഇത്ര കോടി ക്ലബിൽ കയറി എന്നുള്ളതൊക്കെ വരുന്നത്. പക്ഷെ ഈ തിയേറ്ററിലൂടെ ഈ തിയേറ്റർ ഉടമകൾ വഴി പലവിധ പണമിടപാടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സൂചനയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ തന്നെ എമ്പുരാൻ സിനിമയിലേക്ക് ഇനി ഒരു ED വഴിതിരിയുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അതും ഇപ്പോൾ ഒരു വിമർശനവും വിവാദവും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. രാഷ്ട്രീയവും മതപരമായിട്ടുള്ള ചർച്ചകളും ഒന്നുമല്ല ED എന്ന് ഇത്തരത്തിലൊരു റെയ്ഡ് നടത്തുന്നത്. കാരണം ഇതിലെ സാമ്പത്തിക ഇടപാടുകൾ വലിയൊരു വിവാദമായിരിക്കുകയാണ്. എമ്പുരാൻ സിനിമ പൃഥ്വിരാജ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ തന്നെയാണ് പൃഥ്വിരാജ് 30 കോടിയുടെ ഒരു ബിൽഡിംഗ് ബോംബെയിൽ അദ്ദേഹം വാങ്ങുകയും ചെയ്തു. അത് കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും വാർത്തകളും ഒക്കെ വാർത്തയായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഒരു 30 കോടി ഹോളിവുഡ് താരങ്ങൾക്കൊപ്പം തന്നെ അദ്ദേഹം മുംബൈയിൽ താമസമാക്കി എന്നുള്ളൊരു വാർത്ത
വാർത്തയൊക്കെ വന്നിരുന്നു. അത്തരത്തിലൊരു 30 കോടി ബഡ്ജറ്റിലേക്ക് ആ ഒരു സിനിമ നടക്കുന്ന സമയത്ത് തന്നെ വാങ്ങുക എന്നുള്ളൊരു സംശയത്തിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. എത്രത്തോളം നമുക്കതിൽ സത്യമുണ്ട് എന്നുള്ളത്, കാരണം എമ്പുരാൻ സിനിമ നമുക്കറിയാം ഇത്ര അദ്ദേഹം തന്നെ പറഞ്ഞു 175 കോടി രൂപയോളം ഈ സിനിമയ്ക്ക് അവസാനം ചെലവായി. ഇതിൽ നിന്ന് ലേഖ പ്രൊഡക്ഷൻ മാറിയതും ഒക്കെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അപ്പൊ അത്തരത്തിൽ അവിടെ ഒരു സംശയം വരുന്നു. ഇത്രയും ഒരു വലിയൊരു ബഡ്ജറ്റിൽ നിൽക്കുന്ന സിനിമ അത്രയും പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഒരു വസതി വാങ്ങിക്കുന്നത്. പിന്നീട് ഈ ഒരു സിനിമ ലേഖ പ്രൊഡക്ഷൻ മാറ്റി മോഹൻലാലിന്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം, ഒരു താല്പര്യ പ്രകാരം ഗോകുലം ഗോപാലനാണ് ഈ സിനിമ ഏറ്റെടുക്കുകയും തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തത്. പിന്നീട് ആ സിനിമ വലിയ വിവാദമൊക്കെ ആയിരുന്നു. രാഷ്ട്രീയ ചർച്ചകൾക്കും മത ചർച്ചകൾക്കും ഒക്കെ ഇതിന് ഇടം നൽകിയിരുന്നു. ആ എമ്പുരാൻ സിനിമയുടെ ഓരോ സീനുകളിലും ഓരോ വിവാദങ്ങളും രാജ്യസഭയിൽ വരെ ഉന്നയിക്കുകയും ചെയ്ത് അതിന് പുറകെയാണ് ഗോകുലത്തിന്റെ ഈ ഒരു റെയ്ഡ് സംഭവിക്കുന്നത്. സ്വാഭാവികമായും എല്ലാവരും സംശയിക്കാൻ സാധ്യതയുണ്ട് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡ്. ഒപ്പം പൃഥ്വിരാജിന്റെ ഓരോ മണിക്കൂറും ഓരോ ദിവസവും പൃഥ്വിരാജ് ഇടുന്ന പോസ്റ്റുകൾ 50 കോടി തികഞ്ഞു, 100 കോടി ക്ലബിൽ കയറി, 200 കോടി ക്ലബിൽ കയറി, വൻ വിജയം. അതായത് നമുക്ക് തന്നെ അറിയാം മലയാളത്തിലെ 750 തിയേറ്ററുകളിലാണ് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ഫുൾ ടൈം പ്രദർശിപ്പിച്ചാൽ തന്നെ ഒരു 25 ദിവസമെങ്കിലും എടുക്കും ഒരു 100 കോടി ക്ലബിൽ കയറി. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നും പിന്നെ ഇത് എങ്ങനെ 200 കോടി കയറി എന്നുള്ളൊരു സംശയത്തിനിടം വരികയാണ്. ഈ ഒരു വിവാദവുമായി നിൽക്കുന്ന സന്ദർഭങ്ങളിലല്ല ഈ സിനിമ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാർ സിനിമ കാണാൻ തിയേറ്ററിൽ എത്തിയിരുന്നു, ഹൗസ്ഫുൾ ആയിരുന്നു, എല്ലാം സമ്മതിക്കുന്നു. പക്ഷെ ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അധികം ആ സിനിമയ്ക്ക് വലിയ ഓളമോ അല്ലെങ്കിൽ തിയേറ്ററിൽ വലിയ ഇതൊന്നുമില്ല. അപ്പോഴും പൃഥ്വിരാജും അതിന്റെ അണിയർ പ്രവർത്തനം പറയും 200 കോടി കയറിയ തീർച്ചയായിട്ടും ഈ ഒരു ഇടപാട്, ഇപ്പൊ 200 കോടി ക്ലബിൽ കയറിയ ഒരു ഇടപാട്, ഈ സിനിമ എടുക്കാൻ വന്ന തുകകൾ ഏത് വഴിയാണ് വന്നത്, ഇത്തരത്തിൽ എന്തെങ്കിലും മറ്റേതെങ്കിലും സ്രോതസ്സുകളുണ്ട്, വിദേശങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ പണം എത്തിയത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഗോകുലം വഴി ഈ ഒരു എമ്പുരാനിലേക്കും ED വന്നേക്കാം ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്നത്. കാരണം ഗോകുലത്തിന്റെ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല മിക്ക പണം ഇടപാടുകളും എന്തൊക്കെയാണ് എന്നുള്ളത് ED ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടുകൾ മാത്രമല്ല സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഓഫീസിലും അദ്ദേഹത്തിന്റെ മറ്റു സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെയുള്ള രേഖകൾ പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, വിദേശ ഇടപാടുകൾ എന്തൊക്കെയാണ് എന്ന് ചെക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ഒരു മഞ്ഞുമൽ ബോയ്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട അല്ലാത്ത പണമിടപാടുകൾ എങ്ങനെ വന്നു എന്ന് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ആ തരത്തിൽ ഇനിയിപ്പോൾ എമ്പുരാൻ സിനിമയുടെ ഇത്ര കളക്ഷൻസ് ഇത്ര ഇത് ഗോകുലം കൈമാറുമ്പോൾ അത് എങ്ങനെ വന്നു എന്ന് നേരെ തിയേറ്റർ ഉടമകളിലേക്കും എമ്പുരാനിലേക്കും പൃഥ്വിരാജിലേക്കും ഇതൊന്ന് വഴിതിരിയാൻ സാധ്യത ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ എമ്പുരാൻ സിനിമയുടെ വിവാദം കൂടുതൽ വിവാദമാകുമോ എന്നുള്ളതും സംശയമുണ്ട്. കാരണം ഏറ്റവും വലിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഒരു സിനിമയാണ് എമ്പുരാൻ. ഒരു ഹോളിവുഡ് മികവോടെ തന്നെ നിർമ്മിച്ച ഒരു സിനിമ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും അതിന്റെ മേക്കിങ്ങും പ്രൊഡക്ഷൻസും ഒക്കെ അത്രമാത്രം ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് പലപ്പോഴായിട്ട് പൃഥ്വിരാജ് തന്നെ പുറത്തുവിട്ടിരുന്നു. 100 കോടി 175 കോടി ഒക്കെ ആയെന്നുള്ളത് പുറത്തുവിട്ടിരുന്നു. ലേഖ പ്രൊഡക്ഷൻസ് ആയിരുന്നു ആദ്യം ഇതും ഏറ്റെടുത്തിരുന്നെങ്കിലും ഒരു അവസാന ഘട്ടത്തിൽ ലേഖ പ്രൊഡക്ഷൻസ് ഇതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തിരുന്നത്. കാരണം അത് എന്താണ് അതിന് കാരണം എന്നുള്ളത് ഇപ്പോൾ വെളിവായിട്ടില്ല. അപ്പോഴാണ് ഗോകുലം പെട്ടെന്ന് ഇത് ഏറ്റെടുത്തിരുന്നത്. പിന്നീടാണ് ഈ ഒരു സിനിമ വന്നതിന് ശേഷമാണ് അതൊരു വർഗീയ വിദ്വേഷത്തിലേക്ക് ഇത് പോവുകയും വലിയ ചർച്ചയിലേക്ക് പോവുകയും ചെയ്തു. മാത്രമല്ല ഗോകുലം ഗ്രൂപ്പിന് എതിരെ തമിഴ്നാട്ടിലും വലിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം അവിടെയും അദ്ദേഹം പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഗോകുലം ചിട്ടി ഫണ്ട് കേരളത്തിലേതുപോലെ തന്നെ പല സ്ഥാപനങ്ങളും തമിഴ്നാട്ടിലുമുണ്ട്. തമിഴ്നാട്ടിലെ ഗോകുലം ചിട്ടി ഫണ്ടിനെതിരെ അവിടുത്തെ തമിഴ് കർഷകരാണ് ആദ്യം പ്രതിഷേധം ഉയർത്തിയത്. കാരണം ഈ ഒരു സിനിമയിൽ മുല്ലപ്പള്ളി ഡാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നെടുമ്പള്ളി ഡാം എന്ന് പറയുന്ന മുല്ലപ്പള്ളി ഡാമാണ് എന്നുള്ള ഒരു ചില വിഷയങ്ങൾ, അതായത് ആ ഡാം പൊട്ടുമെന്നും അത് പൊട്ടിക്കുമെന്നും എന്നുള്ള രീതിയിൽ അത് വന്നപ്പോൾ അവിടെ തമിഴ്നാട്ടിൽ അതൊരു പ്രതിഷേധത്തിൽ അത് പിന്നെ രാഷ്ട്രീയ
പാർട്ടികൾ അത് ഏറ്റെടുക്കുകയും ആ സിനിമ അവിടെ നിർത്തലാക്കണമെന്ന് ഗോകുലം ചിട്ടി ഫണ്ട് ഇനി ഇവിടെ പ്രവർത്തിക്കരുത് എന്നുള്ള നിലപാടിലേക്കുമൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ED റെയ്ഡ് നടന്നത്. അപ്പോൾ ED റെയ്ഡ് നേരത്തെ മുന്നേ ഉള്ള ഒരു കേസിനെ ആസ്പദമാക്കി മാത്രമായിരിക്കത്തില്ല ചിലപ്പോൾ ഈ ഒരു റെയ്ഡ് അല്ലെങ്കിൽ EDയുടെ ഈ ഒരു അന്വേഷണം മറ്റൊന്നിലേക്കും വഴിതിരിച്ചു വിടാൻ സാധ്യതയുണ്ട്.